എല്ലാവർക്കും ഞങ്ങളുടെ യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തിരുപ്പതി ദർശനം കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് പോകുന്ന ക്ഷേത്രം കാളഹസ്തി ക്ഷേത്രത്തിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാം. അപ്പോൾ തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിനാണ് ഞങ്ങൾ കാളഹസ്തിയിലേക്ക് പോകുന്നത്. കാളഹസ്തി ശിവക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിന് അവിടെ എത്തി. ബസ് ഇറങ്ങിയാൽ ഒരു 10 മിനിറ്റ് നടന്നാൽ കാളഹസ്തി ക്ഷേത്രത്തിലെത്തും. ക്ഷേത്രത്തിൻ്റെ ശില്പചാതുരിയും അതിൻ്റെ നിർമ്മിതിയൊക്കെ നമ്മളെ വളരെയേറെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ്. ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ ഫോണോ ക്യാമറ അത്തരം കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല. നമ്മൾ പുറത്തെ കുറച്ച് ദൃശ്യങ്ങൾ മാത്രമാണ് പകർത്തിയിട്ടുള്ളൂ. ക്ഷേത്രവും അതിന് പുറത്തുള്ള കാഴ്ചകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ദേവചൈതന്യം മുറ്റി നിൽക്കുന്ന ആ ഒരു ക്ഷേത്രം നമ്മൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം അത്രയും അതിൻ്റെ കാഴ്ചകളും അവിടുത്തെ ചൈതന്യവുമൊക്കെ നമ്മളെ അത്രത്തോളം ആകർഷിക്കും. ക്ഷേത്രത്തിനകത്തെ കൂടുതൽ ദൃശ്യങ്ങളൊന്നും പകർത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളോട് അത്തരം കാര്യങ്ങളൊന്നും കൂടുതൽ വർണ്ണിക്കാൻ കഴിയാത്തത്. അമ്പലത്തിനകത്തെ തൂണുകളും അവിടുത്തെ കരിങ്കല്ല് കൊണ്ട് ഉള്ള ഓരോ നിർമ്മിതിയും നമ്മളെ അത്ഭുതപ്പെടുത്തും. അത്രയും മനോഹരമായ കൊത്തുപണികളും ശില്പ മികവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും വളരെയധികം അത്ഭുതം തന്നെയാണ് തോന്നുക. ശിവഭഗവാനെ തൊഴുത് നമ്മൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തിരുപ്പതിയിലേക്ക് തന്നെ തിരിച്ചു വരണം. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇനി നമുക്ക് ട്രെയിൻ കയറേണ്ടത്. അപ്പോൾ കാളഹസ്തിയിൽ നിന്നും ബസ്സിനാണ് നമ്മൾ തിരുപ്പതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോഡിൻ്റെ സൈഡ് ഭാഗത്തുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ഈ പച്ച പിടിച്ച് കിടക്കുന്ന ഈ ഒരു കാഴ്ച നമ്മളെ മനസ്സും ശരീരമൊക്കെ വളരെയധികം കുളിർമ നൽകുന്ന കാഴ്ച തന്നെയാണ്. ഇപ്പോൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി കാട്ട്പാടിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കണം. അവിടെ നിന്ന് ഗോൾഡൻ ടെമ്പിളിനും കൂടെ തൊഴണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടേക്കുള്ള ട്രെയിനിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാളഹസ്തിയിൽ നിന്ന് കഴിച്ചു. ഇനി ഉച്ചയൂണ് കാട്ട്പാടിയിൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം. തമിഴ്നാട്ടിലെ വെല്ലൂരിനടുത്ത് സുവർണക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. ശ്രീപുരം ശ്രീ ലക്ഷ്മി നാരായണി ക്ഷേത്രം എന്നാണ് ഈ സുവർണക്ഷേത്രത്തിൻ്റെ പേര്. തിരുമലൈക്കോടി എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1500 കിലോഗ്രാം സ്വർണം കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി നടത്തിയിട്ടുള്ളത്. 100 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ നാരായണീ പീഠം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നു വന്നിട്ടുള്ളത്. 2001 ക്ഷേത്രം നിർമ്മിക്കാൻ തുടങ്ങിയത്. തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അതേ മോഡലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇവിടെയും ഫോണും ബാഗും ഒന്നും അലൗഡല്ല. എല്ലാം നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ, കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഇതെല്ലാം അവിടെ കൊടുത്തിരിക്കണം. നമ്മൾ ബാഗും ഫോണും ഒക്കെ അവിടെ കൊടുത്തു. അതിന് ശേഷമാണ് ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കാൻ പോയത്. പുറത്തുനിന്നുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമേ നമുക്ക് വീഡിയോയിലൊക്കെ പകർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഞാൻ ഇവിടെയുള്ള വിവരങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ബോർഡുകളിൽ നിന്നും എനിക്ക് ലഭിച്ച വിവരങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങളോട് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നല്ല തിരക്കുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഈവനിങ്ങിൽ വേണം ഇവിടുത്തെ
കാഴ്ചകൾ കൂടുതൽ മനോഹരമാക്കുക എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് പോലെ തന്നെ സുവർണ നിറത്തിലുള്ള സംഭവങ്ങളാണ്. കാരണം 1500 കിലോഗ്രാം സ്വർണം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചതും നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ദൃശ്യഭംഗി നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ ഈവനിങ് സമയത്താവുമ്പോൾ മറ്റ് ലൈറ്റുകളും എല്ലാം കൂടെ ആവുമ്പോൾ അതിൻ്റേതായ ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരിക്കും നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. 150 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ദർശനത്തിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നമുക്ക് അതിന് ഉള്ളിലൂടെ ചുറ്റി നടന്ന് കാണാനും അതിനുശേഷം നമുക്ക് ക്ഷേത്ര ദർശനം നടത്താനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. ഇതൊക്കെ പുറത്തെ കാഴ്ചകളാണ് കേട്ടോ. ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ 75 കിലോഗ്രാം സ്വർണം കൊണ്ട് നിർമ്മിച്ച ശ്രീ നാരായണി ലക്ഷ്മി നാരായണി ദേവിയുടെ വിഗ്രഹത്തിൽ നമുക്ക് ജലധാര നടത്താനും ദേവിയെ മുന്നിൽ നിന്ന് തൊഴാനൊക്കെയുള്ള അവസരം നമുക്ക് ലഭിക്കും. അതൊക്കെ ജീവിതത്തിൽ വളരെ അമൂല്യമായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയാം. കാരണം നമുക്ക് ദേവിയുടെ എത്രയോ ദൂരെ നിന്ന് ദർശിക്കാനുള്ള അവസരങ്ങൾ മാത്രമാണ് നമുക്ക് ഏതൊരു അമ്പലത്തിലും എവിടെയും നമുക്ക് സാധ്യമാവുള്ളൂ. പക്ഷെ നമുക്ക് സ്വന്തം കൈകളാൽ ദേവിക്ക് ജലാഭിഷേകം നടത്താനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞങ്ങളെന്തായാലും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി അപ്പോൾ ജലാഭിഷേകം നടത്തി. അതിൻ്റേതായ ഒരു അനുഭവം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു തലത്തിലാണ് എന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത്തരം അനുഭവങ്ങളൊക്കെ അവിടെ നിന്ന് ഉണ്ടായി. ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു നിമിഷമായിട്ട് തന്നെ ഞാൻ അതിനെയൊക്കെ കാണുന്നു. അപൂർവമായി ലഭിക്കുന്ന ഭാഗ്യങ്ങളിൽ ഒന്ന് എന്നൊക്കെ പറയാം. അങ്ങനെ ഇനി ജീവിതത്തിൽ നടക്കുകയോ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യങ്ങളാണ് അതൊക്കെ. നല്ല തിരക്കുണ്ട്, ആളുകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കണം. ഞങ്ങൾ 5 മണി സമയത്താണ് അവിടെ എത്തിയിട്ടുള്ളത്. 1.5 മണിക്കൂറിലേറെ നമുക്ക് അമ്പലത്തിനകത്ത് പല സംഭവങ്ങളും കാണാനുണ്ട്. ഗാർഡനായിട്ടും പിന്നെ പല 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 സംഭവങ്ങൾ അമ്പലത്തിനകത്ത് അവിടെ അതിൻ്റെ കോമ്പൗണ്ടിനകത്തുണ്ട്. അതിനകത്ത് തന്നെയാണ് 2 സ്ഥലത്തായിട്ട് അമ്പലം ഉള്ളത്. അതിമനോഹരമായ കാഴ്ചകളും നമ്മൾ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചേരുന്ന അനുഭവങ്ങളും ഒക്കെ നമുക്ക് ശരിക്കും ഇവിടെ അനുഭവവേദ്യമാണ്. ഒരിക്കലെങ്കിലും ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം അതിമനോഹരമായ കാഴ്ചകളും നമ്മുടെ മനസ്സിന് തന്നെ ഒരുപാട് സന്തോഷം നൽകുന്ന സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുക. ഞങ്ങൾ ഇതിനു മുൻപ് തിരുപ്പതിയിൽ വന്ന സമയത്ത് ഗോൾഡൻ ടെമ്പിളും കൂടെ കാണണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ അന്ന് സാധിച്ചില്ല. ഇപ്രാവശ്യം എന്തായാലും അത് സാധ്യമായി. ഇനി തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ഒരു യാത്രയിൽ തന്നെ തിരുപ്പതി, കാളഹസ്തീശ്വര ക്ഷേത്രം, പിന്നെ ഗോൾഡൻ ടെമ്പിൾ, ശ്രീനാരായണീ ക്ഷേത്രം, അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടു. തിരിച്ച് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ്സിന് തന്നെയാണ് നമ്മൾ തിരിച്ചു വന്നത്. ഇനി ഈവനിങ്ങിൽ 7:15 കൂടിയിട്ട് ട്രെയിൻ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു വെയിറ്റ് ചെയ്യാണ്. ഇനി രാത്രിയിലെ ട്രെയിൻ യാത്ര കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മണിക്ക് മുൻപായിട്ട് വീട്ടിലെത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇവിടുന്ന് കയറിയാൽ തിരൂരിക്കാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ തിരൂർ എന്ന സ്ഥലത്തേക്ക് കേട്ടോ, അവിടേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്.
തിരൂരിൽ നിന്ന് ബസ്സിന് ഞങ്ങളുടെ നാടായ കൊളത്തൂർ എത്തും. അപ്പോൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇനി രാത്രിയിലെ ഫുഡ് കഴിച്ചിട്ടില്ല. അത് ട്രെയിനിൽ നിന്ന് ആവാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിനകത്ത് നമുക്ക് ചെറിയ സ്നാക്സും പിന്നെ ജ്യൂസും ടീ, കോഫി അങ്ങനെ എല്ലാ സംഭവങ്ങളും അതിനകത്ത് തന്നെ നമുക്ക് ലഭിക്കും. ഈ ചുറ്റി നടന്ന് കാണുന്ന സ്ഥലത്ത് 2-3 സ്ഥലത്തായിട്ട് നമുക്ക് നല്ല ഹൈജീനിക്കായിട്ട് തന്നെ നമുക്ക് ടീയും കോഫിയും ഒക്കെ ലഭിക്കുന്ന ചെറിയ ഓരോ കോർണറുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അതൊക്കെ വാങ്ങി കഴിക്കാം. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് നിന്ന് കോഫി കഴിച്ചു. പിന്നെ പപ്സ് പോലെയുള്ള ഒരു വെജിറ്റബിളിൻ്റെ ഒരു സംഭവം അതും കഴിച്ചു. പപ്സ് പോലെയാണ് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടെ കഴിച്ച് ഇനി വീട്ടിലെത്തിയിട്ട് മറ്റു വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ